അടൂർ ഗോപാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസം സിനിമാ കോൺക്ലേവിൽ വെച്ചുകൊണ്ട് ഒരു പ്രസ്താവന നടത്തി. അദ്ദേഹം പറയുന്നത് ഈ ദളിതർക്ക് സിനിമ എടുക്കാൻ സഹായിക്കുന്നത് അഴിമതിയിലേക്ക് നയിക്കുമെന്നാണ്. അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇതിപ്പോൾ വലിയ ചർച്ചയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സാറിന് എന്താണ് പറയാനുള്ളത് ഈ ഒരു പ്രസംഗത്തെക്കുറിച്ച്? ഞാൻ പറയാനുള്ളത് എൻ്റെ പ്രേക്ഷകർ കുറച്ച് ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം ഈ പ്രസ്താവനയെ വേണമെങ്കിൽ അടൂർ ഗോപാലകൃഷ്ണൻ ന്യായീകരിക്കാവുന്ന ഒരു സ്കോപ്പോടെ കിടക്കുന്നുണ്ട്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് അതായത് ഹരിജനായിട്ടുള്ള ആളുകളെ, അതായത് പ്രത്യേകിച്ചും കൃത്യമായി പറഞ്ഞാൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബായിട്ടുള്ള ആളുകളിൽ നിന്ന് സിനിമ എടുക്കാൻ വേണ്ടി വരുന്നവരെ 1.5 കോടി രൂപ വീതം കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത് കേട്ടാൽ നമ്മൾ വിചാരിക്കും സിനിമ എടുക്കണമെന്ന് വിചാരിച്ച് ആരെങ്കിലും ഓടി വന്ന 1.5 കോടി കൊടുക്കുമെന്നല്ല. അതിനൊരു വലിയ പ്രൊസീജിയറുണ്ട്. ആദ്യം 40 പേരെ എടുക്കുന്നു, പിന്നെ അതിൽ നിന്ന് അത് 20 ചുരുക്കുന്നു, പിന്നെ അവർക്ക് വർക്ക്ഷോപ്പ് നടത്തുന്നു, അതിനുശേഷം അവർ ഇൻ്റർവ്യൂ ചെയ്യുന്നു, അവരുടെ കഥ കേൾക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞാൽ പോലും ഈ 1.5 കോടി രൂപ ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ് നേരെ 1.5 കോടി രൂപ പിന്നെ മേശയിൽ നിന്ന് എടുത്ത് KSDC അങ്ങോട്ട് കൊടുക്കുകയല്ലേ ചെയ്യണത്. പകരം അതിൽ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ അവർക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റൂ. മറ്റ് എല്ലാ പേയ്മെൻറ്റുകളും ഈ KSFDC പ്രൊഡ്യൂസർ എന്നുള്ള നിലക്ക് യഥാർത്ഥത്തിൽ അവർക്ക് നേരിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവരുടെ കയ്യിലേക്കുള്ള പണമൊക്കെ വളരെ കുറച്ചേ കിട്ടുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ 3 ലക്ഷം 2 ലക്ഷം 4 രൂപ ഇവർക്ക് എന്ത് ചെയ്യുള്ളൂ, കിട്ടുള്ളൂ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നത്. അപ്പോൾ ഇതിൽ സ്വാഭാവികമായിട്ടും അടൂർ ഗോപാൽജി പറഞ്ഞതുപോലെ ചിലപ്പോൾ അഴിമതിയൊക്കെ നടക്കുന്നുണ്ടാവും. അതൊക്കെ സ്വാഭാവികമാണല്ലോ. നമ്മളിവിടെ ആളുകൾ കമ്മീഷൻ മേടിച്ചിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവുമായിരിക്കും, നമുക്കറിയില്ല. പക്ഷേ ഷിബിലി ഇതിൽ അവർക്ക് ട്രെയിനിങ് കൊടുക്കണം എന്ന് ഇദ്ദേഹം പറഞ്ഞതിനും കുഴപ്പമില്ല. പിന്നെ ഇദ്ദേഹത്തിന് ന്യായീകരിക്കാവുന്ന ഒരു പോയിന്റ് കൂടി ഞാൻ പറയാം, എന്നിട്ട് നമുക്ക് യഥാർത്ഥ കാര്യത്തിലേക്ക് കിടക്കട്ടെ. അതാണ് ഇനി പറയാനുള്ളത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വനിതകൾക്കും ഈ SC/STക്കും മാത്രമേ ഇങ്ങനെ പണം കൊടുക്കുന്നുള്ളൂ കേരള ഗവൺമെൻറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പറയുമ്പോൾ അവരെക്കുറിച്ച് ഇങ്ങനെയല്ലേ പറയാൻ പറ്റൂ എന്ന് നമുക്ക് പെട്ടെന്ന് തോന്നാം. മനസ്സിലായോ? അപ്പോൾ അതാണ് ഇവർക്ക് പറയാൻ പറ്റുന്നൊരു ന്യായീകരണം. ഇവർക്ക് കൊടുക്കുന്നതിനെതിരല്ല. കാരണം കൊടുക്കുന്നത് കുറച്ചുകൂടി ട്രെയിൻ ചെയ്ത് അവരെ ഗംഭീരമായി കൊടുത്താൽ മാത്രമേ അടൂർജി പറയുന്ന ഒരു വാചകം എന്ന് വെച്ചാൽ അടൂർ ഗോപാലൻ ചേട്ടൻ പറയുന്ന ഒരു വാചകം, ഇങ്ങനെ കൊടുത്തില്ലെങ്കിൽ അവർക്ക് എന്ത് സംഭവിക്കും എന്നുള്ളത് പുള്ളി ഇന്ന് ഏഷ്യാനെറ്റിന് കൊടുത്തിട്ടുള്ള നമ്മുടെ സുഹൃത്ത് MG കമലേഷ് കൊടുത്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ പുള്ളി വിശദമായി പറയുന്നുണ്ട്. ആ വിശദമായി പറയുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സിനിമ എടുക്കാൻ കാശ് കൊടുക്കും, അത് കഴിഞ്ഞ് അവരുടെ സിനിമ പൊട്ടിപ്പോകും. ആ പൊട്ടിപ്പോകുമ്പോഴേക്കും പിന്നീട് അവർക്കൊരു സിനിമ എടുക്കാനുള്ള ചാൻസ് കിട്ടൂല. അപ്പോൾ അവർ കഷ്ടത്തിലാകുന്നതിനെക്കുറിച്ച് ഓർത്താണ് നമ്മുടെ പ്രിയപ്പെട്ട ഗോപാൽജിക്ക് കരച്ചിൽ വന്നത് എന്നുള്ളതാണ് അവർ പറഞ്ഞേക്കുന്നത്. ഇത് വേണമെങ്കിൽ ഇങ്ങനെ ന്യായീകരിക്കാവുന്ന ഒരു സ്കോപ്പ് അതിനകത്തുണ്ട്. പക്ഷേ യാഥാർത്ഥ്യം ഇതുമായിട്ടൊരു പുലബന്ധവുമില്ല. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും ഇന്ത്യയുടെ ഒരു ചരിത്രം എടുത്തു നോക്കിയാൽ ഇന്ത്യയിൽ പലപ്പോഴും ഇപ്പോൾ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് വനിതകൾ ഇത്തരത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട മുൻനിരയിലേക്ക് വരാൻ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ആളുകളെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം, അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഉത്തരവാദിത്തം ഗവൺമെൻറ്റുകൾക്കുണ്ടല്ലോ. ആ ഗവൺമെൻറ്റുകൾക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് പല സംവരണവും ഇവർക്ക് വേണ്ടി വലിയ തോതിലുള്ള പണവുമൊക്കെ പലപ്പോഴും മാറ്റിവെക്കുന്നത്. അതാണ്. അപ്പോൾ അതിനിടയിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള അഴിമതികളൊക്കെ നടത്താണ്ട് നമ്മുടെ ഗോപാലൻ ചേട്ടൻ പറഞ്ഞ പോലെയുള്ള അഴിമതിയൊക്കെ നടത്താണ്ട് സംഭവം സത്യമാണ്. പക്ഷേ ഈ വാദം വർഷങ്ങളായിട്ടുള്ളതാണ് ഷിബിലി. അതെന്താണെന്നറിയാമോ? ഇവരിങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിച്ച് വളരെ തന്ത്രപരമായി മറ്റേ മെഴുക്ക് പുരട്ടിയോ അല്ലെങ്കിൽ തേൻ പുരട്ടിയോ ഒക്കെ വാദങ്ങൾ അവതരിപ്പിക്കുകയാണ്. ഇപ്പോൾ ഒരു വാദം ഞാൻ നേരത്തെ പറഞ്ഞുതരാം. ഈ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബിനൊക്കെ സംവരണം എന്തിനാണ് ഏർപ്പെടുത്തുന്നത്? കേട്ടാൽ നമുക്ക് പെട്ടെന്ന് ശരിയാന്ന് തോന്നും. എന്തിനാണ് സംവരണം ഏർപ്പെടുത്തുന്നത്? ഇത് നിങ്ങൾ എല്ലാവരും ഒരുപോലെ മത്സരിക്കട്ടെ, എന്നിട്ട് കഴിവുള്ളവർ വരട്ടെ എന്നുള്ളതാണ്. ഇത് നെഹ്റു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നെഹ്റുവൊക്കെ ഇങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ഇപ്പോഴും ഈ പറയുന്ന പോലെ എന്ത് ചെയ്യുന്നത്, നമ്മുടെ നാട്ടിലെ ആദിവാസി ഗോത്രവർഗ മേഖലയിലുള്ള ആളുകളൊന്നും എന്ത് ചെയ്യാൻ ഡെവലപ്പ് ചെയ്യാത്തത്. മനസ്സിലായോ? അവരുടെ മക്കൾക്കൊന്നും വിദ്യാഭ്യാസം കിട്ടാത്തത്. ഇന്ത്യ വളർന്നു എന്നൊക്കെ പറയുമ്പോഴും മറ്റേ BBC ഒക്കെ കാണിക്കുന്നത് കാളവണ്ടിയുടെ ഫോട്ടോ കാണിക്കുന്നതിൻ്റെ കാര്യം അതാണ്. ഇപ്പോഴും നിരവധി നഗരങ്ങളിൽ കോണക കൊടുത്ത് കാളവണ്ടിയിൽ യാത്ര ചെയ്യുന്ന ആളുകളും മാർക്കറ്റിൽ പോകുന്ന ആളുകളും ഉണ്ട് ഇന്ത്യയിൽ. മനസ്സിലായോ? അപ്പോൾ അവരുടെ ഒരു വാദമാണ്, നിങ്ങൾ എന്തിനാണ് തൊഴിലിൽ സംവരണം ഏർപ്പെടുത്തേണ്ട, പകരം അവരെ ഗംഭീരമായി പഠിപ്പിക്കുമെന്ന്. ഇങ്ങനെ പറഞ്ഞ് നമ്മൾ ഈ സംവരണം ഏർപ്പെടുത്തിയിട്ട് പോലും 75 കൊല്ലങ്ങൾ കഴിഞ്ഞ് ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ലേ? അപ്പോൾ അത്രയും കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് പോലും 1947 സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇപ്പോൾ എത്രയായി? 2024.
ഈ 2025 പോലും ഷിബിലി ഈ പറയുന്ന അണ്ടർ സെക്രട്ടറിമാരിൽ എത്ര പേര് ഈ താഴ്ന്ന വിഭാഗങ്ങളിൽ നിന്നുണ്ട്? ഇനി എത്ര സംവിധായകരുണ്ട് ഇന്ത്യയിൽ ഈ താഴ്ന്ന വിഭാഗങ്ങളിൽ? എത്ര പേരുണ്ട്? പോട്ടെ, കേരളത്തിൽ എത്ര വനിതാ സംവിധായകരുണ്ട്? മറ്റേ ബാംഗ്ലൂർ ഡേയ്സ് ഒക്കെ എടുത്തിട്ടുള്ള ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്തുകൊണ്ടാണ് വനിതകളുടെ നമ്പർ അതിലൊന്നും കൂടാത്തത്? ഇതിനൊക്കെ ഈ ഗോപാലൻ ചേട്ടന്, ഈ ഗോപാൽജിക്കൊക്കെ വല്ല ധാരണയുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ? അപ്പൊ ഇതൊക്കെ വിഷയമല്ല എന്ന് പറയുകയും ഇവർക്ക് കൊടുക്കുന്ന പണം, അതായത് 1.5 കോടി രൂപ കൊടുക്കുന്നു. ഇന്നിപ്പോൾ ശ്രീകുമാരൻ തമ്പി പറഞ്ഞേക്കണത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പുള്ളി അടൂർ ഗോപാലകൃഷ്ണനെ ന്യായീകരിച്ചാണ് പറഞ്ഞേക്കണത്. പക്ഷെ ന്യായീകരിച്ച് മെഴുകുമ്പോൾ പോലും ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഈ പറയുന്നത് പുള്ളി പറയുന്നത് 3 കോടി കൊടുക്കണമെന്നാണ്. പിന്നെ ഇത് പറയണമെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായി മറ്റേ അടൂർ ഗോപാലകൃഷ്ണൻ പറയാമായിരുന്നു. പുള്ളി പക്ഷെ അങ്ങനെയൊന്നും പറയുന്ന ഒരാളല്ല. പിന്നെ നമ്മുടെ ജനത്തിനൊരു കുഴപ്പമുണ്ട്. ആ കുഴപ്പം എന്താണെന്ന് തെളിച്ചു പറയാം. ഒരാൾ മറ്റേ സിനിമ സംവിധായകൻ എന്നുള്ളതിൽ അയാൾ പ്രഗത്ഭനായിരിക്കും. ഇപ്പം അടൂർ ഗോപാലകൃഷ്ണൻ വളരെ മോശപ്പെട്ട ആളാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹം മികച്ച സംവിധായകനാണ്. അദ്ദേഹം സിനിമ എടുത്തിട്ടുള്ള ഒരാൾ തന്നെയാണ്. പക്ഷെ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വലിയ ധാരണ ഉണ്ടാകുമെന്ന് നമ്മൾ വിചാരിച്ച് കളയരുത്. മനസ്സിലായി? നമുക്ക് പക്ഷേ പലപ്പോഴും അങ്ങനെ ധാരണകളുണ്ട്. മോഹൻലാൽ അയാൾ മറ്റേ സ്ക്രീനിൽ കാണുന്ന പോലെയുള്ള ഒരു രൂപമായിരിക്കും, അയാൾ അനീതികൾക്കെതിരെ ആഞ്ഞടിക്കും എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം പുള്ളി തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ പുള്ളി പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഒരുപാട് ചോദ്യമുണ്ട്, എൻ്റെ കയ്യിൽ ഉത്തരവൊന്നുമില്ല എന്ന് പറഞ്ഞു. മനസ്സിലായി? എൻ്റെ പുള്ളി സത്യസന്ധനാണ്, പാവം മനുഷ്യൻ. അയാൾ പറഞ്ഞു എൻ്റെ കയ്യിൽ ഉത്തരവില്ല, കാരണം എനിക്കറിയാം ഇതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്, ഒരുപാട് വൃത്തികേട് നടക്കുന്നുണ്ട്, പ്ലീസ് എൻ്റെ കയ്യിൽ ഉത്തരവൊന്നുമില്ലെന്ന് പറഞ്ഞു. ഇത് പറയാനുള്ള സത്യസന്ധത സുരേഷ് ഗോപിക്ക് പോലും ഉണ്ടായില്ല. സുരേഷ് ഗോപി മറ്റേ കന്യാസ്ത്രീകൾ മറ്റേ ജയിലിൽ അടച്ചതിന് ശേഷം പുള്ളി എന്ത് ചെയ്തു? പാറയപ്പള്ളി ധ്യാനത്തിന് പോയി. മനസ്സിലായി? പുള്ളി ഏതാണ്ട് ഗോതമ്പുണ്ട കഴിച്ചിട്ട് എന്ത് ചെയ്യണം, തൊണ്ടയെ കുടുങ്ങി പുള്ളി ഇരിക്കണായിരുന്നു. അപ്പോൾ അത് പോട്ടെ. ഞാൻ പറഞ്ഞത് ഇതൊക്കെ പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും BJPക്ക് എതിരാണ്. BJPക്ക് എതിരല്ലെന്നേ. എൻ്റെ ഏറ്റവും കൂടുതൽ ഓടിയിട്ടുള്ള ഒരു റീലുണ്ട് ഷിബിൽ അറിയേണ്ടത്, ക്രൈമി കിടക്കുന്നുണ്ട്. ആ റീലിൽ ഞാൻ പറഞ്ഞേക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഷനുള്ള കഴിവുള്ള ആളാണെന്ന് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നും പറഞ്ഞ് നമുക്ക് എല്ലാവരെ കുറിച്ചും ഒന്ന് പറയാൻ പറ്റും. സത്യമായിട്ട് പറയണ്ടേ? പിന്നെ ഇതിൻ്റെയൊക്കെ പുറകിൽ ഈ പറയുന്ന പോലെ ഈ വിഷയം പുള്ളി പറഞ്ഞല്ലോ, ഈ കോൺക്ലേവ് എങ്ങനെയാണ് സംഘടിപ്പിച്ച വിഷയമില്ല അതറിയാമോ? കോൺക്ലേവ് ഇപ്പോൾ സംഘടിപ്പിക്കാനുള്ള കാര്യം, നമ്മുടെ ഖജനാവിൽ നിന്ന് കാശെടുത്ത് ഇവർ പുട്ടടിക്കുകയാണ് അവിടെ ഇരുന്ന്. ഏത് 5 സ്റ്റാർ ഹോട്ടലിൽ നിന്നൊക്കെ പുട്ടടിക്കുകയാണ്. പോട്ടെ, കാരണം അങ്ങനെ ഇപ്പോൾ നമ്മൾ ഒരുപാട് മറ്റേ ഇതുപോലെയുള്ള അലവലാദികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കാശ് കൊടുക്കുന്നുണ്ട്. അത് പോട്ടെ. ആ സംഭവം കോൺക്ലേവ് സംഘടിപ്പിക്കാനുള്ള കാര്യം എന്താ? 2017 ഒരു പെൺകുട്ടി എന്ത് ചെയ്തു? പീഡിപ്പിക്കാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്ത് ഇവിടെ ആക്രമിക്കപ്പെട്ടു. ആ ആക്രമിക്കപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു? ഒരു ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി നിലവിൽ വന്നു. ആ കമ്മിറ്റിയുടെ കണ്ടെത്തലൊക്കെ കേട്ട് ശരിക്കും പറഞ്ഞാൽ 4.5 കൊല്ലത്തോളം ഗവൺമെൻറ് അത് പൂഴ്ത്തിവെച്ചു. ആ പൂഴ്ത്തിവെച്ചതിന് ശേഷം അത് യഥാർത്ഥത്തിൽ പുറത്തേക്ക് വിട്ടപ്പോഴേക്കും നമ്മൾ ഞെട്ടി. ആ ഞെട്ടിയപ്പോഴൊന്നും ഈ പറയുന്ന ഗോപാലൻ ചേട്ടനോ ശ്രീകുമാരൻ തമ്പിയോ ഇത്തരത്തിലുള്ള ആളുകളൊന്നും കമ എന്നൊരു അക്ഷരം വേണ്ടിയിട്ടുണ്ടോ? ഈ പെൺകുട്ടി നടി പീഡിപ്പിക്കപ്പെട്ട കേസിൽ മറ്റേ നമ്മുടെ ഗോപാലൻ ചേട്ടൻ പറഞ്ഞേക്കണത് എന്താണെന്നറിയാമോ? അടൂർജി പറഞ്ഞേക്കണ വാചകം എന്ന് വെച്ചാൽ ദിലീപ് അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്നാണ്. എങ്ങനെയുണ്ട്? ദിലീപ് അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ദിലീപിനെ കുറിച്ച് പുള്ളിക്ക് എത്രത്തോളം അറിയാം? അപ്പൊ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം വളരെ സിമ്പിളായി പറഞ്ഞാൽ ആ പെൺകുട്ടി ദിലീപിനെതിരെ നുണ പറയാതിരിക്കും എന്നാണ്. അതാണല്ലോ ലളിതമായ കാര്യം ഇല്ലേ? ഞാൻ ആ പെൺകുട്ടി നുണ പറയാനായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. ആരെങ്കിലും ഇവിടെ ചോദ്യം ചെയ്ത KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു സമരം ഉണ്ടായി. ആ സമരം ഉണ്ടായപ്പോഴത്തേക്കും അവിടെ വളരെ മോശമായി, ഈ പുള്ളിക്കെതിരെയല്ല സമരം ഉണ്ടായത്, ഈ പുള്ളി വെച്ചേക്കണ ഒരാൾക്കെതിരെ വലിയ തോതിൽ അവിടെ സമരം ഉണ്ടായി. ഞാനിപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കുന്നില്ല. ആ സമരം നടന്നപ്പോൾ അവിടെ ആളുകളെ കൊണ്ട് ബാത്റൂം കഴിക്കുന്നു, ഇത് കഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങളുണ്ടായി. ഈ പുള്ളിയുടെ നിലപാട് എന്തായിരുന്നു? നിലപാട് എന്താണെന്നറിയാമോ? വൃത്തികെട്ട സമരം എന്നാണ്. ഏത് KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പിള്ളേരെ നടത്തുന്നത് വൃത്തികെട്ട. നമ്മൾ ഇന്നേ വരെ ഒരു സമരത്തെക്കുറിച്ച് അങ്ങനെ കേട്ടിട്ടുണ്ട്. വൃത്തികെട്ട മനുഷ്യൻ, വൃത്തികെട്ട ഭക്ഷണം എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ നമ്മൾ വൃത്തികെട്ട സമരം എന്ന് കേട്ടിട്ടുണ്ട്. ശരിക്കും KR നാരായണൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്താ പിള്ളേർ വല്ല ബോംബ് പൊട്ടിക്കുകയോ വേറെ ആരെങ്കിലും ആക്രമിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ടൊരു സമരം നടത്തിയ. ഇനി ഇതൊക്കെ പോട്ടെ,
പുള്ളി യഥാർത്ഥത്തിൽ സിനിമാ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആളാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ശ്രീകുമാരൻ തമ്പി എന്ന് പറയുന്നുണ്ട് 23 പടങ്ങൾ ഞാൻ സംവിധാനം ചെയ്തിട്ടുള്ളതാണ്. പുള്ളി 12 കൊല്ലം മുമ്പാണ് ഈ അടൂർ ഗോപാലകൃഷ്ണൻ ഒരു സിനിമ സംവിധാനം ചെയ്തത്, മനസ്സിലായോ? അദ്ദേഹം ദിലീപിനെ വെച്ച് ഒരു സിനിമ എടുത്തിട്ടുണ്ട്, എന്താണ് പിന്നെയും എന്താണ് വേറെന്തോ പറഞ്ഞൊരു സിനിമ എടുത്തിട്ടുണ്ട്, അത് കണ്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറ്റ് സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കണ്ടിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഈ പറയുന്ന സിനിമാ ഇൻഡസ്ട്രിയിൽ ഒരു പ്രശ്നം വന്നപ്പോൾ എന്തെങ്കിലും പറഞ്ഞ് നമ്മൾ കേട്ടോ ഇവർക്കെല്ലാം ഇപ്പോൾ ഒറ്റ പ്രശ്നമുള്ളൂ. എന്താണ്? വനിതകൾക്കും SC/ST-ക്കാർക്കും വേണ്ടി ഗവൺമെൻറ് ഒരു ഫണ്ട് കൊടുക്കുന്നു. അത് വളരെ വിപ്ലവകരമായ കാര്യമാണ്. അപ്പം അതിൻ്റെ പുറത്ത് പുള്ളിക്ക് അഴിമതി ഉണ്ടെങ്കിൽ പുള്ളി പറയുന്നത് മുഖ്യമന്ത്രിയോട് പറഞ്ഞിരുന്നു എന്നാണ്. ഫൈൻ, ഇറ്റ്സ് ഓക്കെ. അങ്ങനെ മുഖ്യമന്ത്രിയോട് പറയാനോ അല്ലെങ്കിൽ വേണമെങ്കിൽ അത് എഴുതി കൊടുക്കാനോ അല്ലെങ്കിൽ അതിലുള്ള ആ സിനിമകൾ ഉണ്ടാകുന്നതിൻ്റെ നിലവാരം കൂട്ടണമെന്ന് പറയാനോ ഒക്കെ നമ്മുടെ പ്രിയപ്പെട്ട അടൂർജിക്ക് എല്ലാവിധ അവകാശമുണ്ട്. അത് അദ്ദേഹം പറയേണ്ടതാണ്. അദ്ദേഹം ഗംഭീരമായിട്ടുള്ള ഡയറക്ടറാണ്. സിനിമ എന്ന് പറയുന്നത് ഡയറക്ടറുടെ കലയാണ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കുണ്ട്. അതായത് അദ്ദേഹം പറയുന്നത് നമ്മൾ എങ്ങോട്ട് നോക്കിയിരിക്കുന്നു, ആ നോട്ടം കൃത്യമായിട്ട് ക്യാപ്ചർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്ത് ഫുഡ് കാണിച്ചാൽ ഫുഡിലേക്ക് നോക്കുന്നതായി തോന്നും. അങ്ങനെ സിനിമയെക്കുറിച്ചൊക്കെ നല്ല അറിവുള്ള ബോധമുള്ള ഒരാൾ തന്നെയാണ്. സിനിമ മാർക്കറ്റ് ചെയ്യാൻ അറിയുന്ന ഒരാൾ തന്നെയാണ്. പിന്നെ നമ്മുടെ നാട്ടിലൊരു കുഴപ്പവും ഗുണവും ഒക്കെ കൂടി ഉണ്ട് കേട്ടോ. ഇതൊക്കെ കൃത്യമായി മാർക്കറ്റ് ചെയ്യുകയും മാധ്യമങ്ങളുടെ പരിലാളനകളേക്കുകയും ചെയ്താലാണ് നമ്മൾ സാഹിത്യകാരനും നമ്മൾ വലിയ സിനിമാക്കാരനൊക്കെ ആവുള്ളൂ, മനസ്സിലായോ? അപ്പം ഇതൊന്നും അല്ലാതെയും സിനിമ എടുക്കാം. പക്ഷേ അതുകൊണ്ട് ഇവരുടെയൊക്കെ അജണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരെ, ഇപ്പോൾ വേടനെതിരെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരെ ഇത്തരത്തിൽ ആളുകൾ ഉയർന്നു വരുമോ എന്നുള്ള ഭയം ഇവർക്കെല്ലാം ഇപ്പോഴും ഉണ്ട്. ഇപ്പം സാറ് പറഞ്ഞത് ഇപ്പോഴും ഇങ്ങനത്തെ ആളുകൾക്ക് ചിന്താഗതി ഇപ്പോഴും ഉണ്ടെന്നാണോ? 100%. ഇപ്പം എന്തുകൊണ്ടാണ് ശ്രീകുമാരൻ തമ്പിയും എന്തുകൊണ്ടാണ് അടൂർ ഗോപാലകൃഷ്ണനൊക്കെ ഇത് മാത്രം വലിയ പ്രശ്നമായി തോന്നുകയും ഈ നാട്ടിൽ ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെടുകയും ആക്രമിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അത് വലിയ പ്രശ്നമായി തോന്നാതിരിക്കുകയും ഏറ്റവും കുറഞ്ഞ പക്ഷമൊക്കെ അവരിനി ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളോ കേരളത്തിലുള്ള മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യേണ്ടെന്ന് വിചാരിക്കാം. ഷിബി അതെല്ലാം പോട്ടെ. ജയസിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരു കുട്ടി അവിടെ മരണപ്പെട്ടല്ലോ, 3 ദിവസം പീഡിപ്പിക്കപ്പെട്ടു. ഇവരെന്തെങ്കിലും വാതർന്ന് നമ്മൾ കേട്ടാ. ഇനി അതും പോട്ടെ. ഞാൻ പറയണത് ഇവരുടെ ഫ്രാറ്റേണിറ്റി, ഇവരുടെ ഇൻഡസ്ട്രി ആണല്ലോ സിനിമ എന്ന് പറയുന്നത്. ആ സിനിമയിലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4.5 കൊല്ലം ഗവൺമെൻറ് പൂഴ്ത്തിവെച്ചപ്പോൾ പുറത്തു വിടണം എന്ന് പറയാൻ പാടില്ല. അതാണ് 1,06,00,000 രൂപ മുടക്കിയാണ് ഞങ്ങളുടെ കയ്യിലെ പണമെടുത്ത് താൻ ഈ ഹേമ കമ്മിറ്റിയുടെ എന്ത് ചെയ്തത്, അന്വേഷണം നടത്തിയത്. പുറത്തു വിട് പിണറായി വിജയൻ എന്ന് പറയാൻ പാടില്ല. അത് പറഞ്ഞില്ലല്ലോ. എന്ത് അപ്പം പക്ഷേ 1 കോടി 1.5 കോടി രൂപ ആർക്ക് കൊടുക്കുന്നു? SC/STക്ക് കൊടുക്കുന്നു, വനിതകൾക്ക് കൊടുക്കുന്നു. തെറ്റാണ്. അവരുടെ ക്വാളിറ്റി നമ്മൾ ചെക്ക് ചെയ്യണം. കാരണം പബ്ലിക് എക്സ്ചക്കറിൽ നിന്നുള്ള പണമാണ് ഈ കൊടുക്കുന്നത്. ഇതെത്ര മര്യാദക്ക് പറയാം. ഓക്കെ, അവർക്ക് ട്രെയിനിങ് കൊടുക്കണം എന്ന് പുള്ളി പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. അതാണല്ലോ പുള്ളി പറയേണ്ടത്. ഇനി അഴിമതി ഉണ്ടെങ്കിൽ അത് മറ്റേ ഇവർക്ക് കൊടുക്കാനുള്ള തീരുമാനത്തെ എതിർക്കല്ലല്ലോ വേണ്ടത്. അവിടുത്തെ അഴിമതി ഇല്ലാതൊക്കെ അല്ലേ വേണ്ടത്. ശരിയല്ലേ? 20 രൂപക്ക് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു, ഊണ് കൊടുക്കാൻ തീരുമാനിക്കുന്നു. അവിടെ അഴിമതി ഉണ്ടെങ്കിൽ അഴിമതി ഇല്ലാതാക്കുക, അല്ലാതെ 20 രൂപ കൊടുക്കുന്ന ഊണ് നിർത്തലാക്കണമെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? അത്തരത്തിലുള്ള പരിപാടികളാണ്. പിന്നെ ഇതുപോലെയുള്ള വാചകങ്ങളാണ് ഇദ്ദേഹം മൊഴിയാറുള്ളത്. അതുകൊണ്ട് എനിക്കൊരു കാര്യം പറയാനുള്ളൂ. നമ്മൾ ഈ മമ്മൂട്ടി പറഞ്ഞു, മോഹൻലാൽ പറഞ്ഞു, പൃഥ്വിരാജ് പറഞ്ഞു, അല്ലെങ്കിൽ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ പൊന്ന്, ഈ കേൾക്കുന്ന ആളുകളൊക്കെ മനസ്സിലാക്കേണ്ടത് അവരൊക്കെ ഒരു സാധാരണക്കാരായ ആളുകളാണ്. അവരുടെ ഫീൽഡിൽ ഗംഭീരമായി എന്ത് ചെയ്യുന്നു. സച്ചിൻ ടെണ്ടുൽക്കർ ഗംഭീര കളിക്കാരനാണ് എന്ന് പറഞ്ഞ് സച്ചിൻ ടെണ്ടുൽക്കർ രാവിലെ വന്നിട്ട് പറയാണ് മാത്സ് ശരിക്കും പറഞ്ഞാൽ കുട്ടികളെ പഠിപ്പിക്കുന്നത് ശരിയല്ല, മാത്സിൽ A+B² പഠിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ നമ്മളത് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, വില വെക്കേണ്ട കാര്യം ഇല്ല. അതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. പിന്നെ പുള്ളി ഇതൊന്ന് അന്വേഷിച്ചാൽ മതിയായിരുന്നു. 40 പേരെടുത്ത് അത് 20 ചുരുക്കി അവർക്ക് വർക്ക്ഷോപ്പ് നടത്തി. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷിബിലി ഒന്ന് ഇത് കേൾക്കുന്ന ആളുകളും നാട്ടുകാരും ഷിബിലിയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം. ഗവൺമെൻറ്റിൽ നിന്ന് 1,000 രൂപ നമുക്ക് തരാമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ഇപ്പം ഞാൻ പറഞ്ഞേ, ഗവൺമെൻറ്റിൽ നിന്ന് ഒരു പരിപാടി എടുക്കാൻ 1000 രൂപ കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞാൽ എന്ത് പറയും? വേണ്ടെന്ന് പറയും ജനം. എന്താ കാര്യമെന്ന് അറിയാമോ? അതിൻ്റെ പുറകെ നടക്കാനായിട്ട് 10,000 രൂപ ചിലവാകുമെന്ന് ഇവർക്ക് എന്ത് ചെയ്യാം അറിയാം. അപ്പം ഈ 1.5 കോടി രൂപക്ക് തീരാതെ മറ്റേ കടവും മറ്റു പല
ഇപ്പോൾ കാര്യങ്ങളൊക്കെ മേടിച്ച് എന്നിട്ട് ചിത്രാഞ്ജലി ഷൂട്ട് ചെയ്ത് അവിടുത്തെ എല്ലാ അസൗകര്യങ്ങളിലും ഷൂട്ട് ചെയ്ത് ചിത്രാഞ്ജലിയിലൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ മറ്റേ ഇവരുടെ പല സ്ഥലങ്ങൾ സ്റ്റുഡിയോയിലൊക്കെ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ റേഞ്ച് പോലും ഇല്ല. നിങ്ങൾ പോയി നോക്കണം. പിന്നെ പുറത്തൊരാൾക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം അത്തരത്തിലുള്ള പല പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ച് ഞാൻ പറയുന്നത് 10 പേർക്ക് കൊടുക്കുമ്പോൾ അതിലൊരാൾ മികച്ച സിനിമ ഉണ്ടാക്കിയാൽ മതി എന്ന്. അങ്ങനെ തന്നെയാണ് ഈ ലോകം മാറുന്നത്. നിങ്ങളൊക്കെ ആലോചിച്ച് നോക്കിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ ഇന്ത്യയിൽ ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റ് ചെയ്യുന്ന ഷെഡ്യൂൾഡ് ട്രൈബ് ചെയ്യുന്ന ഒരു വലിയ മുതലാളി ഉണ്ടാവാത്തത്? എന്തുകൊണ്ടാണ്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്? അവർക്ക് ആർക്കും ബിസിനസ് ചെയ്യാനുള്ള ഇതില്ല, കഴിവില്ല എന്നുള്ളതൊക്കെ എന്ത് ചെയ്യുന്നു വരുന്നത് എന്തുകൊണ്ടാണ്? അതിനൊക്കെ പിന്നിൽ ഡീപ്പായിട്ടുള്ള ആഴത്തിലുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാമൂഹിക സംവരണം വെച്ചത്. ആ സംവരണത്തെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ് ഇക്കണോമിക്കലി വീക്കർ സെക്ഷനിലുള്ളതും അതുപോലെ സാമ്പത്തികമായിട്ടുള്ള സംവരണം എന്ന് പറയുന്ന പദ്ധതികൾ കൊണ്ടുവന്നത്. പക്ഷെ എന്നിട്ട് പോലും ആ സംവരണങ്ങളൊക്കെ വെച്ചിട്ട് പോലും എന്തുകൊണ്ടാണ് 90 അണ്ടർ സെക്രട്ടറിമാരും സെക്രട്ടറിമാരും ഒക്കെ കേന്ദ്ര ഗവൺമെൻറ്റിലുള്ള അപ്പോൾ 3 പേർ മാത്രം പിന്നോക്ക വിഭാഗങ്ങളിൽ ഉണ്ടാകുന്നത്? ഇവരെ പതുക്കെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ അടിച്ചമർത്തിക്കൊണ്ടിരുന്ന അജണ്ടകൾക്ക് കേരളത്തിൽ ഇപ്പോൾ വലിയ പ്രാധാന്യം കിട്ടുന്നു. നേരത്തെ ആണെങ്കിൽ ഇങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ ഇത് വലതുപക്ഷ നിലപാടുകൾക്ക് വലിയ തോതിൽ സ്വാധീനം കിട്ടുകയും ഇതൊക്കെ തന്നെ എളുപ്പത്തിൽ വളരെ തേൻ പുരട്ടി മധുരം പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് അവതരിപ്പിക്കാൻ പറ്റുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വലിയ കാര്യം. ഒരുപക്ഷെ അടൂർ ഗോപാലകൃഷ്ണന് ഇതിൻ്റെ ആഴമൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് അദ്ദേഹം പലപ്പോഴും ഇതിൻ്റെ തൊലിപ്പുറമേയുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടായിരിക്കും തീരുമാനം ഉണ്ടാവുക. പക്ഷെ അതൊരു മനോഭാവമാണ്. ആ മനോഭാവത്തെയാണ് ഈ പുഷ്പമതി എന്ന് പറയുന്ന ഒരാൾ ചോദ്യം ചെയ്തത്. ചോദ്യം ചെയ്യുന്ന ആളുടെ വാചകങ്ങളും അടൂർ പറഞ്ഞ വാചകങ്ങളും കേട്ടിട്ട് മെറിറ്റോറിയസ് ആയിട്ടുള്ള ഡിസ്കഷന് പകരം നിങ്ങളാരാണ് ഇത് ചോദിക്കാനെന്ന് പറയുന്നത് മറ്റൊരു അഹംബോധത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയൊക്കെ ലക്ഷണമാണ്. അതൊന്നും കേട്ടുകൊണ്ട് ഇവിടെ മിണ്ടാതിരിക്കേണ്ട. താൻ സിനിമ എടുക്കാൻ അറിയുമെങ്കിൽ താൻ സിനിമ എടുത്തോ. മോഹൻലാൽ നന്നായിട്ട് അഭിനയിക്കും, ഞാൻ സമ്മതിച്ചു എന്നേ. മോഹൻലാൽ മഹാനായ നടനാണ്, ഞാൻ സമ്മതിച്ചു. പക്ഷെ എന്ന് പറഞ്ഞ് മോഹൻലാൽ ഇവിടെ വന്നിട്ട് 4ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് 5ാം ക്ലാസ്സിലെ കുട്ടികൾക്കും ധാർമ്മികതകൾക്ക് ക്ലാസ് എടുക്കരുത്. മനസ്സിലായ? ഇതിനേക്കാൾ വലിയ വൃത്തികേടുകളൊക്കെ പുറത്തു വന്നപ്പോൾ മിണ്ടാതിരുന്നവരാണ് ഇവർ. എന്തുകൊണ്ട് ഇവർ മിണ്ടാതിരുന്നു? നാ കൊട്ടിപ്പോയായിരുന്നു. അപ്പം കാര്യം ഇതാണ് ഷിബിലി, വേറൊന്നുമില്ല. ഇത് ഒരു പ്രശ്നമായി മുന്നോട്ട് വെക്കുന്നത്. ഇപ്പം കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്നത് എന്താണ്? ഈ 1.5 കോടി കൊടുക്കണോ വേണ്ടെന്നുള്ളതാണ്. 45 ലക്ഷം രൂപ ബ്രിട്ടനിൽ പോയപ്പോഴത്തേക്കും ഗവൺമെൻറ്റിന് പിണറായി വിജയന് ടൂർ പോകാൻ മാത്രം, അതായത് അങ്ങോട്ടും ട്രിപ്പ് അടിക്കാൻ ട്രാവലിംഗ് എക്സ്പെൻസ് മാത്രം വന്നായിരുന്നു. അതെന്താ നമ്മൾ കണക്കൂടാത്തത്? ഈ കോൺക്ലേവിൻ്റെ പേരിൽ ഇപ്പോൾ പൊടിച്ച പണം എത്രയാണെന്ന് തിരിച്ചും കൂടെ എന്ത് ചെയ്യട്ടെ പറയട്ടെ. ക്ഷേമനിധി വെച്ചുകൊണ്ട് ഈ പറയുന്ന നടന്മാർക്കും നടിമാർക്കും എല്ലാവർക്കും നമ്മൾ എന്ത് ചെയ്യാണ്? പെൻഷൻ കൊടുക്കുകയാണ്. മേടിക്കുന്നതിൽ പണ്ട് നേരത്തെയുള്ള ലിസ്റ്റിൽ മോഹൻലാലും മമ്മൂട്ടിയും വരെയൊക്കെ ഉണ്ടായിരുന്നു. അവർ മേടിക്കണ്ടാവില്ല, ലിസ്റ്റിലുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒഴിവാക്കണ്ടേ? ഒന്ന് ആലോചിച്ച് നോക്കണം. അങ്ങേറ്റം മനുഷ്യത്വ വിരുദ്ധമായ പരിപാടികൾ സ്വന്തം ഇൻഡസ്ട്രിയിൽ നടക്കുന്നു എന്ന് പറയുമ്പോൾ സ്റ്റാപ്പിൾ അടിച്ച് കഴിഞ്ഞു ചുണ്ടിൽ. അത് കഴിഞ്ഞ് പുള്ളി കണ്ടെത്തിയ ഒരു പുതിയ കാര്യം 1.5 കോടി രൂപ. ഞങ്ങളങ്ങനെ സഹിച്ചു ഗോപാലി. 1.5 കോടി രൂപ 10 പേർക്ക് കൊടുക്കും, 15 കോടി രൂപ പോട്ടെ. അതിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? ഒരു സിനിമ നല്ല ഉണ്ടായാൽ മതി. ഞങ്ങൾ സഹിച്ചു.